ആക്ഷേപമൊട്ട് കേൾക്കാനും കഴിയില്ല. പപ്പൻ മാഷിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയെടുക്കാൻ കഴിയില്ല. അത് രണ്ടിനും ഇടയിലൂടെ നിങ്ങളുടെ മതനിരപേക്ഷ കിരീടവും ചൂടി നിങ്ങൾക്കിങ്ങനെ മനോഹരമായി നടന്നു പോകണം. അത് കേരളത്തിൽ നടക്കില്ല. അത് ആരായാലും. അത് ഈ കേസിനകത്തെ ബെനിഫിഷ്യറി ആരാണ്? അത് RSകാരാണ്. RSകാർ ഇപ്പോഴും എഴുതിക്കൊണ്ടിരുന്നതാണ്. പാലത്തായി കേസിൽ പപ്പൻ മാഷിനെതിരെ തെറ്റായ വിധി ഉണ്ടായിരിക്കുന്നു, അദ്ദേഹം രക്ഷപ്പെടും, അദ്ദേഹത്തിന് വേണ്ടി ആരും ഒരു അട്ടിമറി നടത്തിയിട്ടില്ല എന്നാണ് RSകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അട്ടിമറി നടത്തിയ ആൾക്കാർ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അട്ടിമറി നടത്തിയിട്ടുള്ള ആൾക്കാരെ കോടതി കണ്ടുപിടിച്ചു, എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു. അവരെ എടുത്ത് പുറത്തേക്കിടാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇപ്പോഴും അവരെ പുറത്തേക്കിടില്ല, അവരുടെ പേരുകൾ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ല, അവരെ പുറത്താക്കി ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കില്ല എന്ന വാശി എന്തിനാണ്? അത് ഈഗോ മാത്രമാണെന്ന് വിചാരിക്കാൻ പറ്റുമോ? എൻ്റയർ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അത് നിങ്ങൾ ഡെലിബറേറ്റായി സഹായം ചെയ്ത് കൊടുക്കുകയാണോ ഇല്ലതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഗുണഭോക്താവ് ഇപ്പോഴും, നിങ്ങൾ ഈ മറച്ചു പിടിച്ചതിൻ്റെ ഗുണഭോക്താവ് ഇപ്പോഴും സംഘപരിവാരമാണ്. അങ്ങനെ നിങ്ങൾ സംഘപരിവാരത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ദുർബലത വല്ലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പരിമിതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പേപ്പർ കൈ കിട്ടിയിട്ട് നടപടി എടുക്കാൻ കഴിയാത്തതിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ബുദ്ധിമുട്ട് എന്താണ്? ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതിയുടെ ഭാരം നിങ്ങൾ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പല ആക്ഷേപങ്ങൾ വരും. ആക്ഷേപമൊട്ട് കേൾക്കാനും കഴിയില്ല. പപ്പൻ മാഷിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയെടുക്കാൻ കഴിയില്ല. അത് രണ്ടിനും ഇടയിലൂടെ നിങ്ങളുടെ മതനിരപേക്ഷ കിരീടവും ചൂടി നിങ്ങൾക്കിങ്ങനെ മനോഹരമായി നടന്നു പോകണം. അത് കേരളത്തിൽ നടക്കില്ല. അത് ആരായാലും. അങ്ങനെ ഒരു പ്രിവിലേജും അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു വെള്ളം കയറാത്ത അറയ്ക്കകത്ത് സഞ്ചരിക്കുന്ന ഒരാളും കേരളത്തിലില്ല. അത് ആരായാലും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു എക്സംഷൻ കിട്ടും എന്ന് ആരും വിചാരിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനിൽ ക്ലാരിറ്റി വരുത്ത്. നിങ്ങളുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് ഇയാൾക്ക് അനുകൂലമായ ഏർപ്പാടുകൾ കംപ്ലീറ്റ് ആയി നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്ത്. അല്ലാതെ രണ്ടും കൂടെ ബുദ്ധിമുട്ടായിരിക്കും.